ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ. സന്തോഷവും സൗഖ്യവും തിരിച്ചറിവും അനുഭവങ്ങളും അനുഭൂതികളും എല്ലാം ഉണ്ടാകട്ടെ. ലോകം വല്ലാത്ത വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ട്, എങ്കിലും വല്ലാത്ത വേഗത്തിലാണ്. ആ വേഗം കൂടുമ്പോ വണ്ടി ഓടിക്കുന്നവർക്ക് മനസ്സിലാകാറുണ്ട് വണ്ടിയുടെ ചക്രം കിടന്ന് വിറയ്ക്കുന്നത്, കുഴികളിലൊക്കെ ചാടിപ്പോകുന്ന സമയത്ത് നിയന്ത്രണം വിട്ടു പോകുന്നതൊക്കെ. പക്ഷേ ആ കുലുക്കമാണ് വണ്ടിയുടെ ഒരു സുഖം എന്ന് വിചാരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് കുലുക്കി ചാടിയൊക്കെ പോകുമ്പോൾ കുട്ടികൾ ആർത്ത് ചിരിക്കും. കാരണം അവർക്കതൊരു സുഖമാണ്, രസമാണ്, ത്രില്ലാണ്. അതിനും അപ്പുറത്തേക്ക് അത് വാഹനത്തിന്റെ സുരക്ഷയോ ലക്ഷ്യസ്ഥാനത്തെത്തുമോ എന്ന ആശങ്കയോ ഒന്നും അവരെ ഭയപ്പെടുത്തുന്നില്ല. ഒരു തരത്തിൽ നല്ലതാണത്, ഒരു തരത്തിൽ വളരെ നല്ലതാണ്. അത്തരത്തിൽ വർത്തമാന സമയത്ത് ജീവിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നിലനിൽപ്പ് എന്നൊരു കാര്യത്തെ ആധാരമാക്കി നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇതിന്റെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ കുലുക്കം ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. ലക്ഷ്യത്തിലെത്തുമോ എന്നുള്ള ഒരു ആലോചന ആശങ്കയല്ലാതെയെങ്കിലും അകത്തുണ്ടാകേണ്ടതാണ്. അങ്ങനൊരു അവസ്ഥയിലാണ് ഇക്കോളജി എന്നുള്ള ആ ഒരു മേഖലയിൽ വല്ലാത്ത കുലുക്കം അനുഭവപ്പെടുന്നു എന്ന് കണ്ടവരാണ് പിന്നീട് ഡീപ്പ് ഇക്കോളജിയെ ആധാരമാക്കി മുൻപോട്ട് പോകാൻ ഒരുങ്ങിയത്. ഒരു വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേടായ ടയർ മാറ്റിയിടുക എന്നുള്ളതേ ഉള്ളൂ. കേടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എടുത്ത് അഴിച്ച് ദൂരെ കളയുക, എന്നിട്ട് വേറെ പുതിയതൊന്ന് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു ഘടകഭാഗത്തോടും പ്രത്യേകിച്ചൊരു മമത ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല ഡ്രൈവർക്ക്. കാരണം അയാൾക്ക് വാഹനത്തോട് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം. ഘടകം കേടാകാതിരിക്കുക എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ ആകത്തുകയോടുള്ള ഒരു നൈതികമായ സമീപനമുള്ളവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു കാർബറേറ്റർ എത്ര കാലം ഓടേണ്ടതുണ്ട്, അതിനെ ശുദ്ധീകരിച്ച് യൂസ് ചെയ്യേണ്ടതുണ്ടോ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ അതിനെ സമഗ്രമായി കാണുന്ന ഒരാൾക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. അപ്പോ ഈ വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് നൈതികത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വാഹനത്തെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസം വരാം. രണ്ടുപേരും ലക്ഷ്യമാക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ തന്നെയാണ് ഇക്കോളജിയുടെയും ഡീപ്പ് ഇക്കോളജിയുടെയും അവസ്ഥ. ഇക്കോളജിയും ഡീപ്പ് ഇക്കോളജിയും അതാണ് വിഷയം. ഞാൻ ഈ വിഷയം അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ വേണ്ട. ഇക്കോളജിയും ഡീപ്പ് ഇക്കോളജിയും ഇവ തമ്മിലുള്ള ദൂരമാണ് ഈ പറയുന്നത്. അപ്പൊ ഇക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥ യൂസ്ഫുൾ ആയിട്ട് നിന്നാ മതി. ആർക്ക് യൂസ്ഫുൾ ആവുന്നു? വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിന്നാ. ആരാണ് വാഹനം ഓടിക്കുന്നത്? ഹു ഈസ് ഇൻ പവർ? അധികാരമുള്ളവന്റെ, ഇതിനെ സ്വായത്തമാക്കിയിട്ടുള്ളവന്റെ കയ്യിൽ. സ്വായത്തമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയെല്ലാം കൈവശമാക്കി വെച്ചിട്ടുള്ളവരാണോ? ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്. ആ കോർപ്പറേറ്റ്സിന്റെ കയ്യിൽ ആയിരുന്നാൽ മതി. അതിനെ രാഷ്ട്രങ്ങളെ പോലും കൈയടക്കി വെക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. രാഷ്ട്രങ്ങളെ പോലും കൈയടക്കി വെക്കുന്ന രാഷ്ട്രങ്ങൾ അവരുടേതാണ് എന്നുള്ള അവസ്ഥയിലേക്ക് ഈ കഴിഞ്ഞ 200 കൊല്ലം കൊണ്ട് അത് മാറ്റി തീർത്തു. നാട്ടുരാജ്യങ്ങളൊന്നും ഇല്ലാതെയായി. അപ്പോ അങ്ങനെ വന്നിട്ടുള്ളപ്പോ ഈ ഗോളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഉടമസ്ഥത, അധികാരം ഒരു കൂട്ടം ആളുകളിലേക്ക് നീങ്ങിപ്പോയപ്പോ ഇക്കോളജി എന്നുള്ള ആ പദത്തിന് വല്ലാതെ പ്രസക്തി വന്നു. കാരണം ഇക്കോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു ബാലൻസ് നിലനിർത്തണമെങ്കിൽ അതിൽ അനുചിതമായി നിൽക്കുന്നതിനെല്ലാം കട്ട് ചെയ്ത് കളയണം. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ചെവി വല്ലവിടെയും തട്ടുന്നുണ്ടെങ്കിൽ ചെവി മുറിച്ച് കളയുക.
കാരണം നമുക്ക് ഈ ബോഡിയാണ് കാര്യം. നടന്നു പോകുന്ന സമയത്ത് കൈ എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ കൈ പിന്നെ ആവശ്യമില്ല, കാല് മുറിച്ച് കളയുക. ഈ രീതിയിലുള്ള ഒരു സമീപനത്തിലൂടെ പ്രധാനപ്പെട്ടതിനെ മാത്രം എടുക്കുന്ന, ബാക്കിയുള്ളവയ്ക്കൊന്നും റെലവൻസ് ഇല്ലാത്ത രീതിയിലുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമീപന രീതി. അനലിറ്റിക്കൽ എന്ന് വെച്ചാൽ വിശകലനാത്മകമായിട്ട് കാര്യങ്ങളെ വേണ്ടത് മാത്രം കണ്ട് വേണ്ടാത്തതിനെല്ലാം ഒഴിവാക്കി കാണുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പുലിവാലുകളുണ്ട്. നമ്മൾ എന്നിട്ട് അതിന് ഒരു വിശുദ്ധ പശുവാക്കി ശാസ്ത്രം എന്ന പേരിൽ വിളിക്കും, സയൻസ് എന്ന പേരിൽ, സാങ്കേതിക ശാസ്ത്രം എന്ന രീതിയിൽ വിളിക്കും. അത് എന്തോ ഒരു വലിയ സംഭവമാണെന്ന രീതിയിൽ ആണ് നമ്മുടെ ഈ അതോറിറ്റേറിയൻസ് നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഭൂരിഭാഗം പേരും ആ വഴിയാണ് പോകുന്നത്. ഇതൊന്നും നിലനിൽപ്പിനെ, ആരുടെ, നമ്മുടെ നിലനിൽപ്പ്, ആ വലിയ വാഹനത്തിന്റെ, ഭൂമിയാകുന്ന വലിയ വാഹനത്തിന്റെ ചെറിയ ചെറിയ പാർട്ടുകളാണ് നമ്മളൊക്കെ. നമുക്കൊന്നും തന്നെ അതിനകത്ത് യാതൊരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് ഈ ഗോളത്തെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ധാരണ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിനും ഏതെങ്കിലും ഒന്നിനെ കരുതപ്പെടേണ്ടതായിട്ട് അവർ ചിന്തിക്കുന്നുമില്ല. ധാർമ്മികതയുടെ ഒരു കണിക പോലും അവർക്കുണ്ടാകേണ്ടതില്ല. ഇവിടെ ഡീപിക്കോളജി എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ചാണ് കാഴ്ചകൾ മുഴുവൻ. അഡ്രസ് ചെയ്യുന്നത് പ്രകൃതിയാണ്, അഡ്രസ് ചെയ്യുന്നത് ഇവിടുത്തെ വ്യവസ്ഥയാണ്. പക്ഷേ സമീപിക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ. അപ്പോ എല്ലാം തനിക്ക് വേണം എന്ന് പറയുന്ന, എല്ലാം നിനക്കുള്ളതാണ് എന്ന് പറയുന്ന ഡീപിക്കോളജിക്കയുടെ ഒരു നിലപാട്. എല്ലാം നിങ്ങൾക്കെല്ലാം ഉള്ളതാണ്, എല്ലാം അവയ്ക്കുള്ളതാണ്, അല്ലാതെ ഇത് എനിക്കുള്ളതാണ് എന്ന് പറയുന്ന ഇതിന് വ്യത്യസ്തമാണ് ഈ ഒരു കാഴ്ചപ്പാട്. അപ്പോ ഈ ഡീപിക്കോളജി എന്നുള്ളതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ബോധത്തിൽ, ഇപ്പൊ റേച്ചൽ കാർസൺ സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള പുസ്തകം എഴുതിയ 60കളിൽ, അത് പ്രചാരത്തിലായ 60കളിലാണ് നമ്മുടെ വല്ലാത്ത വന്യമായ ഇടപെടൽ, പ്രകൃതിയുടെ മുകളിലുള്ള ഇടപെടൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു വീക്ഷണം, ശാസ്ത്രീയമായ ഒരു പഠനം വെളിയിൽ വന്നത്. അപ്പോ ശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അത് പലർക്കും തലയിൽ കയറി. അതുകൊണ്ടാണ് ആളുകളിൽ പലരും മാറി ചിന്തിക്കാൻ തീരുമാനിച്ചത്. 2 തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായി. ഒന്ന്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗോളത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വഹനക്ഷമത എന്നുള്ളത് നഷ്ടമായിട്ട് ഇത് നമ്മുടെ പിടിവിട്ടു പോകും, അതുകൊണ്ട് ഇതിനെ മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരണം എന്ന് ശിവദാസ് ഇട്ടിരിക്കുന്ന ബനിയനിലെ അവർ പറഞ്ഞു. മറ്റു ചിലർ, എന്നെ പോലെ ഇങ്ങനെ പച്ചക്കുപ്പായ ഇട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പറഞ്ഞു അതങ്ങനല്ല വേണ്ടത്, അതങ്ങനല്ല വേണ്ടത്. അതിന് പകരം നമ്മൾ ഈ ഗ്ലോബലായിട്ട് ഗോളത്തെ ഒരൊറ്റ സാധനമായിട്ട്, ഒറ്റ നിയന്ത്രണ ശക്തിയായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം അതൊരൊറ്റ ജീവിയാണ്. ശരിയാണ്, ഒറ്റ ജീവിയാണ്. പക്ഷെ കിഡ്നിയെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രത്തിന് കിഡ്നിയും തലച്ചോറും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് പകരം കിഡ്നിയെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണെന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രത്തിന് അങ്ങനെ ചിന്തിക്കാനേ കഴിയുള്ളൂ. ലോകം മുഴുവൻ ഓരോരുത്തരും നിയന്ത്രിക്കണം എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിനു പകരം അത് പ്രാദേശികമായി നിയന്ത്രിക്കേണ്ടതാണെന്നുള്ള ഒരു വിഷയത്തിലേക്ക്, നമ്മൾ ആ വിഷയത്തിലേക്ക് ഇനി വരുന്നുണ്ട്, വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഞാനും വർഗീസാട്ടനൊക്കെ അതിന്റെ ഒരു യാത്രയിലാണ്. അപ്പോ ഈ പ്രാദേശികീകരണം എന്നുള്ള അവസ്ഥ അവിടെ സംഭവിക്കുന്നത് ആവശ്യമാണ് എന്നതൊക്കെ മനസ്സിലാക്കിയ കുറച്ചാളുകൾ ആണ് കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്, കൂട്ടമായിട്ട് ജീവിക്കലാണ്, കൂട്ടമായിട്ടുണ്ടാകലാണ് വഴി എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലായത്. പക്ഷെ ഈ കൂട്ടമായിട്ട് ജീവിക്കുകയാണ്, പ്രാദേശികമായിട്ട് ജീവിക്കലാണ്, പ്രാദേശികമായിട്ട് വിഭവങ്ങളെ കരുതലാണ്, ഓരോ വിഭവത്തിനെയും അനാവശ്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കലാണെന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിന് ഒരു ഏകീഭാവം നൽകി അതിനൊരു കൃത്യമായ തത്വചിന്തയുടെ പശ്ചാത്തലം നൽകിയത് ഗാന്ധിജിയുടെ ഭക്തനായിരുന്ന ആർനൈസ് എന്ന നോർവീജിയൻ ഫിലോസഫറാണ്. അദ്ദേഹത്തിലൂടെ വേറെയും ചില ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു ചിന്താമുകുരം അദ്ദേഹത്തിന്റെ തലയിലുണ്ടായത് 1971 അപ്പൊ ഇത് പ്രകൃതിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പ്രകൃതിക്ക് മനസ്സിലായപ്പോ ആണ് രസകരമായ മറ്റൊരു കാര്യം ഉണ്ടായത്. ഇത് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ, ഈ അർണനൈസിന്റെ ഒക്കെ കാലത്തിന് ശേഷം ഇത് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ, ഇത് പ്രചരിപ്പിക്കണമെങ്കിൽ ആള് വേണമല്ലോ. അതിനാണ് സന്തോഷ് ഒളിമ്പസിനെ സൃഷ്ടിച്ചത്.
1971. അപ്പോ ഈ 1971 അതുണ്ടായി. ആ കാലത്ത് തന്നെ ഇതിന് ഉപോത്ഫലമാകുന്ന രീതിയിൽ ഭൂമിക്ക് ജീവനുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജെയിംസ് ലൈവ്ലോക്കിനെ പോലുള്ള ചില ശാസ്ത്രകാരന്മാർ മുൻപോട്ട് വെച്ചു. ഭൂമിക്ക് ജീവനുണ്ടെന്ന്, ജീവനുള്ളതാണ് ഭൂമി എന്ന് പറയുന്ന ഗയ്യ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മുൻപോട്ട് വെച്ചു. ഇന്നത് ഗയ്യ തിയറി എന്നാണ് അറിയുന്നത്. അപ്പോ ഈ ഗയ്യ ഹൈപ്പോത്തസിസിന്റെ പശ്ചാത്തലത്തില് ആർണനായസിന്റെ ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ, ഈ കാഴ്ചപ്പാട് കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഡീപിക്കോളജി എന്നുള്ള ഒരു ശാസ്ത്രശാഖ തന്നെ, ഒരു ചിന്താ പദ്ധതി തന്നെ, ഒരു മൂവ്മെന്റ് ആയി അത് മുന്നോട്ട് വന്നു. അപ്പോൾ അതൊരു ശാസ്ത്രശാഖയാണ്, ശാസ്ത്രവീക്ഷണമാണ്, സമഗ്ര വീക്ഷണമാണ് എന്നതിൻ്റെ ഒപ്പം അത് ഒരു മുന്നേറ്റമായി വരികയും കൂടെ ചെയ്തു. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഫ്രിഡ്രോഫ് കാപ്രയെ പോലുള്ള ശാസ്ത്രകാരന്മാര് ഈ സംവിധാനത്തെ, പ്രാപഞ്ചിക സംവിധാനത്തെ ഈ രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഒരു ക്വാണ്ടം സംവിധാനത്തെ ഈ രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്, അതിനെ വസ്തുക്കളായിട്ടും ദ്രവ്യമായിട്ടും സാധനങ്ങളായിട്ടും ഉപകരണങ്ങളായിട്ടും സങ്കേതങ്ങളായിട്ടും മനസ്സിലാക്കുന്നതിന് പകരം ഇതിനെ വ്യവസ്ഥയായി മനസ്സിലാക്കണമെന്നും, വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് തട്ടുകളായി നിൽക്കുന്നുവെന്നും അത് സ്വയം സംഘാടകത്വമുള്ളതാണെന്നും ഈ പല തലങ്ങളിൽ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്നവ ഓരോന്നിനും ഇടയ്ക്കിടെ എന്നുവെച്ചാൽ ഉയർന്ന കൂടും താഴ്ന്ന കൂടും, അല്ലെങ്കിൽ ഞാനെന്ന കൂടും എനിക്ക് സമീപസ്ഥമായ കൂടുകളും, അല്ലെങ്കിൽ എനിക്ക് അകത്തുള്ള കൂടുകളും, ഈ കൂടുകൾക്കിടയിൽ വല്ലാത്തൊരു തരം ബന്ധമുണ്ടെന്നും റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹം സിസ്റ്റംസ് വ്യൂ എന്നുള്ള പുസ്തകം എഴുതി സിസ്റ്റമിക് തിങ്കിങ്ങിനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചത്. ആലോചിക്കുക, പ്രകൃതിയുടെ ഒരു റിനോവേഷൻ ആവശ്യമുള്ളപ്പോ ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സാധനങ്ങൾ ഒരുമിച്ചുണ്ടായി വരുന്നു എന്നുള്ള എന്താ പറയാ, ആ ഒരു മാജിക് മനുഷ്യകുലത്തില് പലതരം ചിന്താ പദ്ധതികൾ, മനുഷ്യന്റെ പ്രത്യേകത വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവന് ഭാവന ചെയ്യുന്നതിനെ മൂർത്തവൽക്കരിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഭാവനാത്മകനായ അവന്റെ തലയിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് പലതരം ചിന്തകൾ വന്ന് അത് ഏകീഭാവത്തിലാകുന്ന ഒരു ഡീപിക്കോളജിക്കൽ മൂവ്മെന്റിലേക്ക് നമ്മൾ എത്തിപ്പറ്റി. അന്ന് ഈ അർണനായസും മറ്റേ ജെയിംസ് ലൈവ്ലോക്കും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മുൻപോട്ട് വെച്ച ആ ഒരു ആശയത്തിന് ഒരു വല്ലാത്ത സ്വാതന്ത്ര്യം കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത് അറിഞ്ഞ് ബോധ്യപ്പെടുന്നവരാണ് ഇതിന്റെ തുടർച്ച കണ്ടെത്തി മുൻപോട്ട് പോകേണ്ടതെന്ന്. സാധാരണ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതോടെ അവസാനം പിന്നെ ഒറ്റ കുത്താണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ വാക്യം അവിടെ അവസാനിച്ചു, പിന്നെ ഒരു കുത്തിട്ടു, ഇനി അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, 3 കുത്താണ് ഇട്ടത്, ഇത് തുടരും എന്നുള്ള അവസ്ഥ. ആ തുടർച്ച ആണ് എന്നെ പോലുള്ള ആളുകൾ ഏറ്റെടുത്തത്. നിങ്ങളെ പോലുള്ള ആളുകൾ അതിന്റെ അനുബന്ധമായി വന്നു ചേരുന്നത്. ഇതൊരു തുടർച്ചയാണ്. നമ്മൾ കൂടുതൽ തിരിച്ചറിയണം. കൂടുതൽ ഇപ്പൊ ഞാൻ അന്വേഷിച്ച് നിർത്തിയെടുത്ത് നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങണം. അവിടുന്ന് നിങ്ങൾ മുൻപോട്ട് പോകണം. മുൻപോട്ട് പോയി കഴിയുന്നത്ര ആളുകളിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. അപ്പോ ഈ ഇക്കോളജിയുടെ വിഭവങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ആശയത്തിന് പകരം വിഭവങ്ങളെല്ലാം പ്രാദേശികമായി ഉണ്ടാകുന്നവയാണെന്നും ഒരു പ്രദേശത്ത് എന്താണോ വേണ്ടത് ആ ധർമ്മം നടപ്പിലാക്കാൻ അവിടെ ജീവികൾ ഉണ്ടാകുമെന്നും ആ ജീവികളുടെ സന്ധാരണത്തിന് വേണ്ടിയുള്ള ഘടകങ്ങൾ അതേ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നും അവയ്ക്ക് യാത്ര ചെയ്യേണ്ടതില്ല എന്നും ഒക്കെയുള്ള കാഴ്ചകൾ അവിടെയാണ് ഉണ്ടായി വരുന്നത്. അന്നല്ല അതുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോ സിദ്ധ വൈദ്യമനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, മുത്തശ്ശി വൈദ്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ആ റിക്വയർമെന്റിന് വേണ്ടുന്ന സാധനം നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, നിങ്ങൾ ഏത് ലോക്കലയിലാണോ കഴിയുന്നത്, നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണോ കഴിയുന്നത്, അതിന്റെ തൊട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണവും ഔഷധവും ഉണ്ടാകുന്നതാണ്. ഔഷധം ഉണ്ടോ ഇല്ലയോ, അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് വേറെ വശം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണവും ഔഷധവും നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ കാണും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ അങ്ങനെ നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ സർവ്വവും നിങ്ങളുടെ ചുറ്റുപാടുണ്ടാവുന്നു. നിങ്ങളുടെ നിലനിൽപ്പ് ആരുടെ ആവശ്യമാണ്? നിങ്ങളെ ഉരുവാക്കിയ ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണ്. ഈ രീതിയിലുള്ള ഒരു ബോധ്യപ്പെടലിന് സിസ്റ്റമിക് തിങ്കിങ് എന്നുള്ള സമഗ്രമായ ശാസ്ത്രശാഖ ആവശ്യമായി വന്നു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എത്തിക്സ്, ധാർമ്മികതയുടെ എന്താണ് ധർമ്മവ്യവസ്ഥ എന്നറിഞ്ഞ് ഓരോന്നിന്റെയും ജീവാവകാശത്തെ അറിഞ്ഞ് അതിനനുസരിച്ച് കാര്യങ്ങളെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ.
അതൊരിക്കലും GDP റേറ്റിൽ നിൽക്കുന്ന ഒരു 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 ഗ്രോത്ത് ഒബ്സർവേഷൻ ഒന്നും അല്ല ഇത്. ഒരു സിസ്റ്റം കൃത്യമായി പോകണമെങ്കിൽ, സന്തോഷകരമായി പോകണമെങ്കിൽ, ക്ഷേമമുണ്ടാകണമെങ്കിൽ, സ്വാസ്ഥ്യമുണ്ടാകണമെങ്കിൽ എന്താണോ വേണ്ടത് അതിനു വേണ്ടുന്ന ഒരു പശ്ചാത്തലത്തെ ഒരുക്കലാണ് രാഷ്ട്രകാരന്റെ ഉത്തരവാദിത്വം എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവിതശൈലിയാണ് ഡീപ്പ് ഇക്കോളജിയുടേത്. അത് ഡാനിയൽ കുഞ്ഞിനെ പോലുള്ള ടേണർ ടുമാറോ പുരസ്കാരമൊക്കെ നേടിയ ഡാനിയൽ കുഞ്ഞിനെ പോലെയുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ എന്തായി? ഡീപ്പ് ഇക്കോളജി എന്നുള്ളത് വളർന്ന് ഡാനിയൽ കുഞ്ഞിന്റെ കയ്യിലേക്കൊക്കെ എത്തിയപ്പോ ഇത് നമ്മൾ ഇത്തരത്തിൽ പോകുന്നതിന് കാരണം നമ്മുടെ റൂട്ടിൽ നിന്നും വേർവിട്ട് യാത്ര ചെയ്തത് കൊണ്ടാണെന്നും, നമ്മുടെ റൂട്ടിൽ നിന്നും വേർപെട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആ ഏകീഭാവം, ഗോത്രഭാവം നഷ്ടമാകുമെന്നും, പഴയ ഗോത്രത്തിന് ഉണ്ടായ കേടുപാടുകൾ കൊണ്ടാണ് പുതിയ രീതികൾ ഉണ്ടായതെന്നും, ആ കേടുപാടുകൾ തീർത്തുകൊണ്ടുള്ള ഒരു നവഗോത്ര സംവിധാനത്തിനു മാത്രമേ ഇവിടെ ഇനി എക്സിസ്റ്റൻസിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ എന്നും അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് നവഗോത്ര സമൂഹങ്ങൾ ലോകമെമ്പാടും പിറക്കുന്നത്. നിയോ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലോകമെമ്പാടും പിറക്കുന്നത് അത്തരത്തിലാണ്. അദ്ദേഹം ഈ പുസ്തകം എഴുതുന്ന എത്ര കാലം മുമ്പ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗോത്രം ഉണ്ടായപ്പോ നമ്മൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നവഗോത്രം എന്ന പേര് നമ്മളും സ്വീകരിച്ചു. അപ്പൊ ഇതുപോലെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായി വന്നത്. അപ്പോൾ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വൃക്ഷം നടാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടല്ല. വിഭവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെയൊക്കെ വിഭവങ്ങളെ വെട്ടിച്ചുരുക്കിയാൽ മതി, അത് കൺസ്യൂം ചെയ്യുന്നവയെ കൊന്നില്ലാതാക്കിയാൽ മതി. കീടങ്ങളെ കൊന്നിട്ട് നമ്മുടെ വിളകളെ സംരക്ഷിക്കുന്ന രീതിയല്ല അവിടെ ഉണ്ടായത്. കീടങ്ങൾ ബാലൻസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ, കീടങ്ങൾക്ക് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ഉള്ള ഒരു പശ്ചാത്തലത്തെ, ഒരു പരിസ്ഥിതിയെ അവിടെ നിലനിർത്തുകയാണെങ്കിൽ കീടങ്ങൾ ഒന്നിനെയും അനാവശ്യമായിട്ട് ഉപദ്രവിക്കില്ല എന്നും നമുക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ ഉണ്ടാകും എന്നുള്ളൊരു അവസ്ഥ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. റിഡക്ഷനിസ്റ്റ് നിന്ന് മാറിക്കൊണ്ടുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിഭവങ്ങളെല്ലാം പാരസ്പര്യത്തിലൂടെ പ്രാദേശികമായി വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് തിന്നു തീർക്കുകയില്ല. എല്ലാവർക്കും വേണ്ടത് ഇവിടെ ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ടാകും എന്ന് അവർക്ക് മനസ്സിലായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ അതേ കറപ്ഷൻ സിസ്റ്റത്തിലേക്ക്, കറപ്റ്റഡ് മൈൻഡ് സെറ്റിലേക്ക് അത് ഇവിടുത്തെ കാര്യങ്ങളെ മുഴുവൻ, ഇവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റിനെ മുഴുവൻ മാറ്റിവെച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായത്. അതെന്തുകൊണ്ടുണ്ടായി, അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പരിവർത്തനം എന്നുള്ളതൊക്കെ മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടെ നിഗൂഢ ആത്മീയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അത് നമ്മൾ മറ്റൊരു വേദിയിൽ സംസാരിക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും പ്രകൃതി സമഗ്രമാണെന്നും മനുഷ്യൻ ഒരു റെഫറൽ പോയിന്റ് മാത്രമാണെന്നും ഡീപ്പ് ഇക്കോളജി മനസ്സിലാക്കുന്നു. ഓക്കെ, എല്ലാ വ്യവസ്ഥകൾക്കും എല്ലാ എൻറ്റിറ്റികൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയല്ല ഷാലോ ഇക്കോളജി കരുതുന്നത്. എല്ലാവർക്കും വാല്യൂ ഉണ്ടെന്നല്ല. ആരാണോ ഇവാലുവേറ്റർ, ആരാണോ അപ്രൈസർ, വിലയിടുന്ന ആൾ, അയാളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അയാൾക്ക് തീരുമാനിക്കാൻ ബാക്കിയുള്ളതിന് എന്ത് വിലയുണ്ടെന്നുള്ളത്. ഡീപ്പ് ഇക്കോളജി അങ്ങനെയല്ല. നിനക്ക് വിലയിടാൻ അർഹതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിനക്ക് വിലയിടാൻ അർഹതയില്ല, ഓരോന്നിന്റെ വില തീരുമാനിക്കേണ്ട അതാത് കാര്യങ്ങളാണ് എന്ന രീതിയിലാണ് ഡീപ്പ് ഇക്കോളജി തന്നെ കാണുന്നത്. അതുപോലെ തന്നെ ഡീപ്പ് ഇക്കോളജി കരുതുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചം എന്നുള്ളൊരു ഏകസത്തയാണെന്നാണ്. ഗയ്യ ഹൈപ്പോത്തസിസ് വഴി മനസ്സിലാക്കുന്നത് ഭൂമി, പ്രപഞ്ചം ഒക്കെ ഒരു ഏകസത്തയാണ്, ഒറ്റ ജീവിയാണ്. സത്ത എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒറ്റ ജീവിയാണ്, ജീവനുള്ള സംവിധാനമാണ്. അപ്പോൾ അത് നമ്മുടെ ബോധചിന്തയുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അതൊന്ന് ചേർത്ത് വായിക്കണം. ഏകബോധത്തിലാണെന്നുള്ളത്. അപ്പോൾ പ്രപഞ്ചം ഒരു ഏക ബോധമാണ്, ഏക ജീവിയാണ്. അത് സ്വയം സംഘടിപ്പിച്ചതാണ്. അത് കൂടുകൾക്കകത്ത് കൂടുകളായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. അത് വ്യവസ്ഥയാക്കപ്പെട്ടിരിക്കുന്നു. വെച്ചാൽ ഭൗതിക ഘടകങ്ങൾ മാത്രമല്ല കാണുന്നത്. ഭൗതിക ഘടകങ്ങൾ, അവയുടെ ഉപഘടകങ്ങളും അവയുടെ സഹഘടകങ്ങളും അവയുടെ മേൽഘടകങ്ങളും ഇവ തമ്മിലുള്ള പാരസ്പര്യവും ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ സ്ഥലവും കാലവും രൂപവും ഭാവവും എല്ലാം കൂടെ ചേർന്ന ഒരു ഏകീഭാവത്തിലാണ്, ഒരു സിംഗുലർ ഫോമിലാണ് ഇത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് കൃത്യമായിട്ടും പരസ്പര ബന്ധത്തിൽ ഊന്നിയതാണ് എന്നുള്ളത് നിൽക്കുന്നു.
ഇതിലേതെങ്കിലും ഒരു സത്തയ്ക്ക് മാത്രമായിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് കൃത്യമായി പറയുന്നു. ഇക്കോളജി അങ്ങനെയല്ല പറയുന്നത്. മറ്റെല്ലാം ഞാൻ ഉണ്ടാവുക, എനിക്കുണ്ടെന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക, അത്ര മാത്രം മതി, വേറൊന്നും വേണ്ട എന്നുള്ളത്. അങ്ങനെയല്ലേ വേലി കെട്ടി ജീവിക്കുന്ന ഭൂരിഭാഗം പേരും, കോൺക്രീറ്റ് വീട് കെട്ടി ജീവിക്കുന്ന ഭൂരിഭാഗം പേരും മറ്റുള്ളവ എല്ലാത്തിൽ നിന്ന് വിച്ഛേദിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഈ വിച്ഛേദനം എന്ന് പറയുന്നതിന് പകരം നാം ചേർച്ചയാണ്, കണക്ട് ചെയ്യലാണ്, മറ്റുള്ളവയുമായി ചേർന്ന് പോകലാണ്. ബ്രേക്ക് ദ ചെയിൻ അല്ല, കീപ്പിംഗ് ദ ചെയിൻ ആണ് ശരി എന്നുള്ളത് ആണ് ഡീപ്പ് ഇക്കോളജി പറയുന്നത്. മേക്ക് ദ ചെയിൻ അല്ല, കീപ്പിംഗ് ദ ചെയിൻ ആണ് ശരി എന്നാണ് ഡീപ്പ് ഇക്കോളജി പറയുന്നത്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യത്തെ വെറും ഒരു വിഭവമായിട്ടല്ല, ജൈവ വൈവിധ്യത്തെ നമ്മൾ സമ്പത്തിന്റെ പാഠങ്ങളിൽ പഠിച്ചു. ജൈവ വൈവിധ്യം എന്നുള്ളതാണ് എന്താണ്? പ്രകൃതിയിൽ നമ്മൾ വിഭവമായിട്ട് കണ്ടെത്തുന്നത് ജൈവ വൈവിധ്യത്തെയാണ്. ആ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് പ്രാപഞ്ചിക സംവിധാനത്തിന്റെ എക്സിസ്റ്റൻസിന്റെ പ്ലാറ്റ്ഫോമാണ്, ഭൂമികയാണ്. ഇവിടെയുള്ള ജൈവ സംവിധാനത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു റിസോഴ്സ് ബാങ്ക് അല്ല. റിസോഴ്സ് ബാങ്ക് ആയിട്ടാണ് ഇക്കോളജി കരുതുന്നത്. ഡീപ്പ് ഇക്കോളജി അതിനെ ഒരു ജൈവ മണ്ഡലത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കരുതുന്നത്. അതാണ് ജീവൻ എന്ന് തന്നെയാണ് പറയുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ കണ്ണിയായിരിക്കുന്ന ഞാനാണ് ജീവൻ. ഞാൻ എന്നുള്ളത് ഈ ജൈവ വൈവിധ്യം തന്നെയാണെന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുന്നു. അത് മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ചല്ല എന്നാണ് കൃത്യമായിട്ടും ഡീപ്പ് ഇക്കോളജി പറയുന്നത്. അപ്പോൾ ഈ ഇക്കോളജിയും ഡീപ്പ് ഇക്കോളജിയും തമ്മിലുള്ള ഈ ഒരു ദൂരം, കാരണം ഇക്കോളജി എന്നുള്ളത് ഹ്യൂമൻ സെൻട്രിക് ആണ്, ഡീപ്പ് ഇക്കോളജി എന്നുള്ളത് ഇക്കോസെൻട്രിക് ആണ്. ഇതിന് ഡീപ്പ് ഇക്കോളജിക്ക് ജീവിതത്തിന്റെ ഗന്ധമാണുള്ളത്, ഇക്കോളജിക്ക് കച്ചവടത്തിന്റെ ഗന്ധമാണുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സമീപനമാണ് ഡീപ്പ് ഇക്കോളജിക്ക് ഉള്ളത്. ഇക്കോളജിയും ഡീപ്പ് ഇക്കോളജിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി ഡീപ്പ് ഇക്കോളജി ആധാരമാക്കി കുറച്ചുകൂടെ ആഴത്തിലേക്കുള്ള പ്രകൃതിയുടെ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, വ്യവസ്ഥാ നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, സംഘാടനത്തെക്കുറിച്ച്, ഇക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.